അങ്കിൾ സത്യം പറയാ, രണ്ടുപേർക്കും കാര്യമായിട്ടെന്തെങ്കിലും? അത് അപ്പോ നീ വിഷമിക്കരുത്. ആതിരയുടെ പരിക്കല്പം സീരിയസാ. എമർജൻസി സർജറിക്ക് കയറ്റിയിരിക്കുക. എന്ന് വെച്ച് പേടിക്കാനൊന്നുമില്ല. നീ ധൈര്യമായിട്ടിരിക്കെ. എഴുന്നേക്കണ്ട, കിടന്നോളൂ. എനിക്കെന്താ പറ്റിയത്? സാറിന്റെ കാറ് ഒരു ആക്സിഡന്റിൽ പെട്ടു. അങ്ങനെ ഇവിടെ എത്തിയത്. എന്താ മിസ്റ്റർ നന്ദൻ? എന്റെ ആതിര മോളോടെ അവൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നല്ലോ. അവളെവിടെ? ടെൻഷൻ ആവണ്ട, നിങ്ങളുടെ ആതിര ഇവിടെ തന്നെ ഉണ്ട്. ആതിര ഇവിടെയല്ല, അപ്പുറത്തെ ബ്ലോക്കിലാ. ഡോക്ടർ, അവൾക്ക് കുഴപ്പമെന്തെങ്കിലും? നന്ദനെ പോലെ ആ കുട്ടിക്കും ചെറിയ പരിക്കുകളുണ്ട്. അതുകൊണ്ട് മറ്റൊരു യൂണിറ്റിലേക്ക് മാറ്റിയിരിക്കുക. ഡോക്ടർ, എനിക്കെന്റെ ആതിരെ ഒന്ന് കാണണം. സോറി, ഈ അവസ്ഥയിൽ അതിനനുവദിക്കാൻ നിർവാഹമില്ല നന്ദൻ. നോ, എനിക്ക് അവളെ ഒന്ന് കണ്ടേ പറ്റൂ ഡോക്ടർ. പ്ലീസ് നന്ദൻ, സിറ്റുവേഷന്റെ ഗൗരവം ദയവായി മനസ്സിലാക്കൂ. നിങ്ങൾക്കിപ്പോ ആതിരയെ കാണാൻ പോകാൻ പറ്റില്ല. മൂവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുപോലെയാണ് ആതിരയുടെ കാര്യവും. സോ പ്ലീസ് ഞങ്ങളോട് സഹകരിക്കൂ. പേടിക്കണ്ട, സിസ്റ്റർ ഇവിടെ സേഫായിട്ട് തന്നെയുണ്ട്. നിങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ പുറത്തുണ്ട്. നന്ദൻ അവരിൽ ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഒരാളെ മാത്രം കുറച്ചു സമയത്തേക്ക് അനുവദിക്കാം. എന്താ? ഡോക്ടർ, അപ്പു ആ കൂട്ടത്തിലുണ്ടെങ്കിൽ എനിക്കൊന്ന് കണ്ടാ കൊള്ളാമെന്നുണ്ട്. സിസ്റ്റർ, അപ്പുവിനോടൊന്ന് വരാൻ പറയും. ഡോക്ടർ. സിസ്റ്റർ നിന്ന് ആതിരയുടെ കാര്യം ഒന്നും വിട്ടു പറയരുതെന്ന് ആ കുട്ടിയോട് പറയണം കേട്ടോ. ശരി ഡോക്ടർ. ആ നന്ദൻ, സാധാരണഗതിയിൽ ഈ ടൈമിൽ ICUവിൽ വിസിറ്റേഴ്സിനെ അനുവദിക്കാറില്ല. പിന്നെ ഇത് നന്ദന് മാത്രമായുള്ളൊരു കൺസിഡറേഷനാണ്. അധികം സമയം എടുക്കരുത്. ഓക്കെ, അധിക നേരം ഇവിടെ നിൽക്കരുത് കേട്ടോ. ആതിരെവിടെ? അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല സർ, ആതിരയ്ക്ക് അത്ര സീരിയസ് ആയിട്ടൊന്നുമില്ല. അപ്പൊ കണ്ടോ അവളെ? പരിക്കൊരുപാടുണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല സർ, ഞാൻ പുറത്തുനിന്ന് കണ്ടു. ആള് സഡേഷനില്ല. ഉണരുമ്പോ കാണാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. സർ വിഷമിക്കണ്ട. എന്താ സംഭവിച്ചെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോ ആകെ ഒരു ബ്ലാക്ക് ഔട്ട്. വണ്ടി കയ്യിൽ നിന്ന് പാളുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ആതിരക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അപ്പു പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാലോ അല്ലേ? എന്താ ഒന്നും മിണ്ടാത്ത? ഒന്നുമില്ല സർ. സാറ് സമാധാനത്തോടെ കിടക്ക്. ആതിരയ്ക്കൊന്നും സംഭവിക്കില്ല. ഞാൻ പുറത്തുണ്ടാവും.
ശരി, വാ. മുരളി വന്നില്ല അല്ലേ എയർപോർട്ടില്? ഇല്ലെന്നേ, സമയമായപ്പോ എന്തോ തിരക്ക് പറഞ്ഞ മുരളിയേട്ടൻ മുങ്ങി. പിന്നെ ഞങ്ങളൊരു ടാക്സി പിടിച്ചിങ്ങ് പോന്നു. മുരളിയേട്ടൻ ഉച്ചയ്ക്ക് വന്നായിരുന്നോ അമ്മേ? ഇല്ല, അവിടുത്തെ ബഹളത്തിനിടയിൽ എങ്ങനെ വരാനാ? ബഹളോ? അമ്മ എന്താ അങ്ങനെ പറഞ്ഞേ? ഒന്നുമില്ല, നിങ്ങൾ വാ പിള്ളേരെ. വാ. മുത്തശ്ശി എന്താ ആകെ വല്ലാതിരിക്കുന്നെ? ഒന്നുമില്ല, നിനക്ക് വെറുതെ തോന്നുന്നതാ. യാത്രയൊക്കെ സുഖമായിരുന്നോ മോളെ? ഓ, ആ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. ഞങ്ങള് കൃഷ്ണമാമന്റെ വീട്ടിൽ ചെന്ന് കയറിയതും മാമനെ ഹോസ്പിറ്റലൈസ് ചെയ്തതും ഒരുമിച്ചായിരുന്നു. പിന്നെ പെട്ടെന്ന് ഇട്ടെറിഞ്ഞു പോരാൻ പറ്റില്ലല്ലോ. പിന്നെ അവിടെ ജലജമ്മയെ തനിച്ചാക്കി എങ്ങനെയാ അവിടുന്ന് പോരുന്നേ? അല്ലെങ്കിൽ 2 ദിവസം മുന്നേ വരായിരുന്നു. നിങ്ങൾ വല്ലതും കഴിച്ചോ? ഇല്ല. ഞാൻ ഇവിടുന്ന് ഒന്നും ഉണ്ടാക്കിയില്ല. ആ, അതെന്തു പറ്റി? മുരളി വരത്തില്ലെന്നറിഞ്ഞപ്പോ ഞാനും അങ്ങ് മടിച്ചു. അത് കൊള്ളാം. ഞാൻ ഇവിടുന്ന് കുറച്ചു ദിവസം മാറി നിന്നപ്പോഴേക്കും എല്ലാരും പട്ടിണിയായോ? അതൊന്നും അല്ലടി, വേണ്ടാഞ്ഞിട്ടാ. മനസ്സിലൊരു സുഖം തോന്നിയില്ല. അത് മുത്തശ്ശിയെ കണ്ടപ്പോഴെനിക്ക് തോന്നി. ഇന്നിനിയിപ്പൊ ഞാനും ഒന്നും ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല. വേണ്ടത് എന്താന്ന് വെച്ചാ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം. അല്ലെങ്കിൽ മുരളിയേട്ടൻ വരുമ്പോ വാങ്ങിക്കൊണ്ടുവരാൻ പറയാം. മുരളി ചിലപ്പോ വരാൻ താമസിച്ചാലോ? നീയും മാളും വിശന്നിരിക്കണ്ട. നിങ്ങൾക്ക് വേണ്ട എന്താന്ന് വെച്ചാ പുറത്തുനിന്ന് വരുത്തിക്കുന്നതാ നല്ലത്. എന്തായാലും ആദ്യം ഒന്ന് ഫ്രഷ് ആവട്ടെ. നല്ല ക്ഷീണമുണ്ട്. അശ്വതി, എന്താ അമ്മേ? മുരളി നിന്നോട് വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ. എന്താ? അപ്പോ നീ കാര്യമൊന്നും അറിഞ്ഞില്ലല്ലേ? കാര്യം എന്താന്ന് വെച്ചാ പറയമേ. എന്തു പറ്റി? അപ്പു കല്യാണം കഴിക്കാൻ പോകുന്ന കൊച്ചില്ലേ, എന്താ അതിന്റെ പേര്? ആതിര. അതിനെന്തു പറ്റി? ആതിരയ്ക്ക് മാത്രമല്ല, ആ പെങ്കൊച്ചു അതിന്റെ ആങ്ങളെയും അപകടത്തിൽപ്പെട്ടു. ഈശ്വരാ, എപ്പോ? എന്താ ഉണ്ടായത്? അവർ രണ്ടുപേരും കൂടി പണിക്കരുടെ വീട്ടിലേക്ക് വരുന്ന വഴിയായിരുന്നു. ബൈപ്പാസിൽ എവിടെയോ വെച്ച് കാറിലേക്ക് ഒരു ലോറി ഇടിച്ചു കയറി. അയ്യോ ദൈവമേ. രണ്ടുപേരുടെ അവസ്ഥ ഗുരുതരമാണെന്നാ മുരളി പറഞ്ഞത്. മുരളിയും ഗീതയും പണിക്കരും ഇപ്പൊ ഹോസ്പിറ്റലിലാ. മുരളിയേട്ട സംസാരിച്ചപ്പോ എന്തോ ഒരു പന്തികേട് എനിക്ക് തോന്നിയിരുന്നു. ഇത് തന്നെയാ കാര്യം. ഞാനെന്നാ മുരളിയേട്ടനൊന്ന് വിളിക്കട്ടെ. ഇപ്പൊ വേണ്ട ശ്രുതി, കുറച്ച് കഴിയട്ടെ. മുരളിയുടെ സംസാരം കേട്ടിട്ട് രണ്ടുപേരും നാളെ നേരം വെളുപ്പിക്കുന്ന കോളില്ലെന്നാ തോന്നുന്നത്. അതെ, മാളുവിനോട് നീ ഇപ്പൊ ഇതൊന്നും പറയേണ്ടെന്ന് മുരളി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മുരളി വരട്ടെ, എന്നിട്ട് ആലോചിച്ച് പറഞ്ഞാ മതി. നീ പോയി കുളിച്ച് വേഷം മാറി വാ, ഞാൻ കുടിക്കാനെടുക്കാം. ബേബി, ഇനിയിപ്പോ ഞാനിവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അശ്വതി മാളു ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇത്രയും നേരം മുരളി നിന്നില്ലേ? ഇനിയിപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല. അതുണ്ടെങ്കിൽ തന്നെ എനിക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. മുരളി പോയിക്കോ. മാളുവിനോട് മുരളി വിവരം പറഞ്ഞോ? ഇല്ല, തൽക്കാലം അവരെ ഒന്നും അറിയിക്കണ്ടെന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെന്നിട്ട് പറയാന്ന് കരുതി. അത് മതി മുരളി. അപ്പോ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. മാളു അശ്വതിയൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാരും കൂടി രാവിലെ ഇഞ്ഞു വരാം. അമ്മയും വീപ്പയും വേണമെങ്കിൽ പോയിക്കോ, ഇവിടെ ഞാനുണ്ടല്ലോ. അത് വേണ്ട അപ്പോ, നിന്നെ ഇവിടെ തനിച്ചാക്കിട്ട് ഞങ്ങൾ പോകുന്നില്ല. ഗീത വേണേ പോയിക്കോളൂ. രാവിലെ മുരളിക്കൊപ്പം ഇങ്ങ് വരാലോ. ഇല്ല, ഞാൻ പോകുന്നില്ല. എല്ലാരും കൂടി ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ അമ്മ. അത് സാരമില്ല, മുരളി പൊയ്ക്കോട്ടെ. ഞാനും വീപ്പിയും നിന്റെ കൂടെ ഉണ്ടാവും. എന്നാ പിന്നെ അങ്ങനെ മതിയപ്പോ. ഞാൻ പോയിട്ട് രാവിലെ ഇഞ്ഞു വരാം കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എത്ര രാത്രിയായാലും വിളിക്കാൻ മടിക്കല്ല. ശരി മുരളി. അല്ല, നന്ദന്റെ ബന്ധുക്കളെ വിവരം അറിയിച്ചോ? ഞാൻ നിള ചേച്ചിയോട് വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയും അച്ഛനും നാട്ടിലാ. നാളെ രാവിലെ എത്തിയാൽ മതിയെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അത് മതിയാവും. ഇനിയിപ്പോ വന്നിട്ട് കാര്യമില്ലല്ലോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ.
ഹലോ ഡേസി. ഗീത ഹോസ്പിറ്റലിൽ തന്നെയാണോ? അതെ ഡേസി. നന്ദനും ആതിരയ്ക്കും എങ്ങനെയുണ്ട്? ഇംപ്രൂവ്മെന്റ് ഉണ്ടോ? ഒന്നും പറയാറായിട്ടില്ല. നന്ദന്റെ പരിക്കുകൾ അത്ര ഗുരുതരമല്ല. പക്ഷേ ആതിര ഇപ്പോഴും ക്രിട്ടിക്കൽ സ്റ്റേജിൽ തന്നെയാ. അപ്പു അവിടെ ഉണ്ടോ ഗീത? ഉണ്ട്. അശ്വതിയോടും മാളുവിനോടും വിവരം പറഞ്ഞോ ഡേസി? ഇല്ല, അറിഞ്ഞിട്ടില്ല. ഇപ്പൊ പറയേണ്ടെന്ന് മുരളി പറഞ്ഞു. എന്നോടും പറഞ്ഞു. മുരളി ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അവര് ബാംഗ്ലൂരിൽ നിന്ന് ഇന്ന് രാത്രി എത്തുമെന്നാ മുരളി പറഞ്ഞത്. അവര് കുറച്ചു മുമ്പേ എത്തി. മുരളിയെ അശ്വതി വിളിച്ചിരുന്നു. അപ്പുനെ ഞാൻ വിളിച്ചോളാം ഗീത. ഇപ്പൊ എന്തു പറഞ്ഞാ ഞാൻ അപ്പുനെ ആശ്വസിപ്പിക്കുക? ഒന്നും പറയാനില്ല. സമാധാനമായിട്ടിരിക്കുക ഗീത. ആർക്കും ഒരു കുഴപ്പവും വരില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ജോബിന് ഇതുവരെ ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാത്തത്. കേട്ടോ? അത് സാരമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഗീത. ശരി ഡേസി. മുരളിയെ വിളിച്ചിട്ട് കിട്ടിയോ അശ്വതി? ഇപ്പോഴാ ഫോൺ എടുത്തത്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു. ആ കൊച്ചിന്റെയും വക്കീലിന്റെ അവസ്ഥ എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ലെന്നാ മുരളിയേട്ടൻ പറഞ്ഞത്. രണ്ടാൾക്കും ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ലെന്ന്. അപ്പോ പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് തന്നെയാവും. അല്ലെങ്കിൽ ഈ ടിപ്പർ ലോറിയൊക്കെ ഒടിച്ചാൽ വല്ല രക്ഷയുണ്ടോ? ആയുസ് തിരിച്ചു കിട്ടിയാൽ തന്നെ അത് മഹാഭാഗ്യമെന്ന് കരുതിയാൽ മതി. അത്രയ്ക്ക് ലക്കിലകാനും ഇല്ലാത്ത പോക്കല്ലേ ഇവന്മാരുടെ. നമ്മുടെ വടക്കേ തൊടിയിലെ സതീഷിന്റെ ഭാര്യയും കൊച്ചും ഇതുപോലല്ലയോ മരിച്ചത്? അത് പിന്നെ ആശുപത്രി കിടന്ന് നരയിക്കേണ്ടി വന്നില്ല. അമ്മയും കൊച്ചും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ തീർന്നില്ലേ? കഷ്ടം. പാവം. അപ്പുവിന്റെ അവസ്ഥ ആലോചിക്കുമ്പോ സങ്കടം തോന്നുവാ. ബിപിയേട്ടനും കൂടെ കല്യാണത്തിന് സമ്മതം മൂളിയ സ്ഥിതിക്ക് അപ്പു ഈ കുട്ടിയൊക്കെ എന്ത് സന്തോഷത്തിലായിരുന്നെന്നോ. അവർക്ക് മാത്രോ? അപ്പുവിന്റെ കല്യാണം ഉറപ്പിച്ചു എന്ന് കേട്ടപ്പോ മാളു പിന്നെ നിലത്തൊന്നും അല്ലായിരുന്നല്ലോ. ഇനിയിപ്പൊ അവളിതറിയുമ്പോ എന്താവോ എന്തോ. ആ, തൽക്കാലം നമ്മളായിട്ടിപ്പം മാളുവിനോട് ഇതൊന്നും പറയാൻ പോകണ്ട. നമ്മൾ പറഞ്ഞില്ലെങ്കിലും അപ്പുവായിട്ട് ഇത് അവളോട് പറയാതിരിക്കോ? അപ്പൊ നമ്മളെന്താ അവളോട് നേരത്തെ പറയാൻ ഞാൻ ചോദിക്കില്ലേ? അതും നേരെ. ഈ കാര്യം ഇപ്പൊ എങ്ങനെ മറച്ചു വെക്കും? അച്ഛൻ ഇതുവരെ വന്നില്ല അമ്മേ? ഇല്ല, ഇപ്പൊ വരും പറഞ്ഞ് വിളിച്ചിരുന്നു. എന്താ ഇത്ര ലേറ്റ് ആവുന്നത്? നമ്മൾ പിക്കാനും വന്നില്ലല്ലോ. എന്താ അമ്മേ, എന്തോ പറ്റി? ഏയ് ഒന്നുമില്ല മാളു. അത് വെറുതെ എന്തോ കാര്യമുണ്ട്. വന്നപ്പോ മുതലേ മുത്തശ്ശിയും വല്ലാതിരിക്കുന്നുണ്ട്. എന്താ മുത്തശ്ശി, എന്താ ഉണ്ടായത്? ഏയ് ഒന്നുമില്ലെന്നേ, നിനക്ക് വെറുതെ തോന്നുന്നതാ. അല്ല, എന്താ കാര്യം എന്ന് വെച്ചാൽ ആരെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ? ഡോക്ടറെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. വിളിച്ചിട്ട് ഡേസി ആന്റി ഒന്നും തെളിച്ച് പറയുന്നില്ല. എന്താ കാര്യം എല്ലാവർക്കും പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തന്നെ അച്ഛനെ വിളിച്ച് ചോദിക്കാം. വേണ്ട മാളു, നീ അച്ഛനെ വിളിച്ച് വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട. കാര്യം ഞാൻ പറയാം. അഡ്വക്കേറ്റ് നന്ദനും ആതിരയും ഒരു അപകടത്തിൽപ്പെട്ട് ഹോസ്പിറ്റലിലാണ്. രണ്ടുപേരുടെയും കണ്ടീഷൻ അല്പം ക്രിട്ടിക്കലാണ് മോളെ. അയ്യോ. അച്ഛനും ബിപിയേട്ടനും ഗീതേച്ചും ഒക്കെ ഹോസ്പിറ്റലിലാ. അപ്പൂന് എന്തെങ്കിലും പറ്റിയോ? ഇല്ല, അപ്പൂം അവരുടെ ഹോസ്പിറ്റലിലുണ്ട്. പിന്നെന്താ അപ്പു ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? അവരൊക്കെ ആകെ അപ്സെറ്റ് ആണ് മാളു. നന്ദനും ആതിരയും ഇപ്പോഴും ICUലാ. അപ്പൂനെയാണോ വിളിച്ചത്? അപ്പു എടുക്കുന്നില്ല. ഇനി വിളിക്കേണ്ട മാളു. ഇപ്പൊ അച്ഛനിങ്ങ് വരുമല്ലോ, അപ്പൊ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാം. വിഷമിക്കല്ലേ മോളെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്മേ, എനിക്ക് അപ്പൂനെ ഒന്ന് കാണണം. ഈ രാത്രിയിലോ? വേണ്ട വേണ്ട, ഇന്നിനി ആരും എങ്ങും പോകുന്നില്ല. എന്റെ മാളു ഒന്ന് സമാധാനിക്ക്. അവർക്കൊന്നും സംഭവിക്കില്ല.
എന്താ മോളെ ഇത്? ഒന്നുമില്ലെന്നേ. അവർക്ക് കുഴപ്പമൊന്നും വരില്ല. ഞാൻ എന്തിനാ തന്റെ ഫ്രണ്ടിനെ കാണാൻ വരുന്നേ? അതെന്താ വന്നോ? എന്റെ ഫ്രണ്ടിനെ ഒന്ന് പരിചയപ്പെട്ടെന്ന് കരുതി നിനക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ലല്ലോ. അതൊന്നുമില്ല. എന്നാലും ഞാൻ വരുന്നില്ല. നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നിടത്ത് ഞാൻ വെറുതെ ചുറ്റിപ്പറ്റി നിന്ന് ഒരുമാതിരി ബോർ ഏർപ്പാടാ. അതിന് ഞങ്ങൾ അവിടെ കഥ പറഞ്ഞ് നിൽക്കാനൊന്നും പോകുന്നില്ല. അവള് ദുബായിക്ക് മടങ്ങാ. അതിനു മുൻപ് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എയർപോർട്ടിലേക്ക് പോകുന്ന വഴി ഒരു 5-10 മിനിറ്റ്, അത്രേ ഉള്ളൂ. അത്രയും നേരം നീ എനിക്ക് വേണ്ടി എന്തായാലും ബോറടിച്ചേ പറ്റൂടിയോ? പ്ലീസ്. അല്ലെങ്കിൽ തിരിച്ചു ഞാൻ ഒറ്റയ്ക്കായി പോവില്ലേ? എന്നിട്ട് നീ എന്നെ ഹോസ്റ്റലിൽ വിട്ടിട്ട് പൊയ്ക്കോ. ആഹാ, ഐഡിയ ഉള്ളാലോ. അപ്പൊ തിരിച്ചു കൊണ്ടുവിടാൻ നിനക്കൊരാളെ വേണം. അതെ, എനിക്കിവിടെ ഡോക്ടർ ഉദ്യോഗ, അല്ലാതെ നിന്റെ ഡ്രൈവർ പണിക്കല്ല ശമ്പളം. അല്ല, അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്ക. നിന്റെ പപ്പയോട് പറഞ്ഞ ഒരു കാറ് വാങ്ങാനുള്ള കാശ് തരില്ലേ? എന്തിനാ വല്ലവരെയും കുറ്റിവെച്ച് ഇങ്ങനെ ഓസി ജീവിക്കുന്നത്? പപ്പയോട് പറഞ്ഞ കാറ് വാങ്ങാനുള്ള കാശൊക്കെ എപ്പ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. പുള്ളിക്കാരന് ഒരിക്കൽ ഇങ്ങോട്ട് ഓഫർ ചെയ്തതുമാണ്. പിന്നെന്താ പ്രശ്നം? ഒരു ബ്രാൻഡ് ന്യൂ പ്രീമിയം ബ്രാൻഡ് അങ്ങ് സ്വന്തമാക്കരുതോ? എത്ര ബ്രാൻഡ് ന്യൂ കാറാണെന്ന് പറഞ്ഞാലും നിന്റെ കാറില് നിന്നോടൊപ്പം ട്രാവൽ ചെയ്യുന്ന കംഫർട്ട് കിട്ടില്ലല്ലോ മോനെ. അതെ, ആ സുഖം ഇന്നും കൂടെ ഉള്ളു കേട്ടോ. നാളെ മുതല് ഈ ഡ്രൈവർ പണിക്ക് എന്നെ പ്രതീക്ഷിക്കല്ലേ. അതെന്താ പറ്റി? നാളെ മുതൽ നിന്റെ ഡ്യൂട്ടി ഷിഫ്റ്റ് ആണോ? ഏയ്, ഡ്യൂട്ടി ഷിഫ്റ്റിന്റെ പ്രശ്നമൊന്നുമല്ല. മാളു അശ്വതി ആന്റിയും ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചെത്തും. നാളെ മുതൽ നേരത്തെ കൂട്ടിക്കയറണം. റിയലി? ഇന്നത്തെ ഒരു അതേന്നെ, എയർപോർട്ടിൽ നിന്ന് ചെക്ക് ഇൻ ചെയ്തപ്പോ എന്നെ വിളിച്ചായിരുന്നു. അതൊരു സാഡ് ന്യൂസ് ആണല്ലോ മോനെ. സാഡ് ന്യൂസ്? ഒന്ന് പോടി. നീ ഹാപ്പി ആയിരിക്കും. ഞാൻ എന്റെ കാര്യം പറഞ്ഞ്. അല്ല, മാള് വരുന്നത് കൊണ്ട് എന്തിനാണോ നേരത്തെ കൂട്ടിക്കയറുന്നത്? ഇല്ലെങ്കിൽ ശ്രീമതി പിണങ്ങോ? ഏയ്, പിണങ്ങൊന്നുമില്ല. എന്നാലും കൂടെ കൂടെ ഇങ്ങനെ വിളിച്ചോണ്ടേയിരിക്കും. എനിക്കാണെങ്കിൽ മിനിറ്റിനുള്ള അപ്ഡേറ്റ് ഒരു സുഖമുള്ള ഏർപ്പാടല്ല. അതിലും ഭേദം വീട്ടിൽ നേരത്തെ ചെല്ലുന്നതാ. അപ്പോ നാളെ മുതൽ നമുക്കിങ്ങനെ ഫ്രീ ആവാൻ പറ്റില്ലല്ലേ? കുറച്ച് ദിവസങ്ങൾ എത്ര പെട്ടെന്നാ കടന്നുപോയത്. നമ്മുടെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒരുമിച്ചുള്ള കറക്കവും സിനിമ കാണലും. എത്ര ഹാപ്പി ആയിരുന്നു നമ്മള്, അല്ലേ? മാള് വരുന്നെന്ന് വെച്ച് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. നമുക്ക് ഇവിടെ വെച്ച് കാണല്ലോ. കാണാം. എന്നാലും ഇതുപോലുള്ള ഫ്രീഡം എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ. ആ, മാളുവിന്റെ കാര്യം നോക്കാനൊന്നും പോകുന്നില്ല. എനിക്ക് നിന്റെ പ്രസൻസ് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയാ ഞാൻ നിന്നെ റാഞ്ചി എടുത്തോണ്ടൊരു പറക്കലങ്ങ് പറക്കും. എന്നിട്ട് 2 ദിവസം എവിടെയെങ്കിലും പോയി ഒന്ന് ചില്ലായിട്ട് തിരിച്ച് ലാൻഡ് ചെയ്യൂ. ആഹാ, നല്ല ബെസ്റ്റ് ഐഡിയ. തിരിച്ച് ലാൻഡ് ചെയ്യേണ്ടി വരത്തില്ല. ഡെയ്സി ടീച്ചറെ നമ്മൾ എയറിൽ തന്നെ നിർത്തും. ആ, ഹലോ. ആ, പ്രിൻസി ഇറങ്ങിയായിരുന്നോ? ഓക്കെ. ഏയ് ഇല്ല, ഇപ്പൊ ഇറങ്ങും. നമുക്ക് എയർപോർട്ട് റോഡിൽ വെച്ച് കാണാം. ആ, ഉണ്ട്. ഞാൻ എത്തിയിട്ട് വിളിക്കാം. ഓക്കെ. ഫ്രണ്ട് പുറപ്പെട്ടോ? നമുക്കും ഇറങ്ങാം. അതെ, അവളെ കണ്ടിട്ട് തിരിച്ച് നീ എന്നെ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യണം. മുങ്ങിക്കളയരുത്. ഓ, സമ്മതിച്ചേ. ഇന്നൊരു ദിവസത്തെ കാര്യം കൂടിയല്ലേ ഉള്ളൂ. നീ അതിങ്ങനെ കൂടെ പറയണ്ട. എനിക്ക് ഭ്രാന്താവും. ശരി, ഇനി പറയുന്നില്ല. നീ വേഗം കഴിക്ക. അച്ഛാ, നന്ദൻ സാറിനും ആതിരയ്ക്ക് എങ്ങനെയുണ്ട്? ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു മുരളിയേട്ടാ. എപ്പോഴാണെങ്കിലും ഇവൾ അറിയേണ്ടതല്ലേ. പറയാ, അവർക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മോളെ, രണ്ടുപേർക്കും അല്പം പരിക്കുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. മുത്തശ്ശി അമ്മയൊക്കെ പറഞ്ഞില്ല ക്രിട്ടിക്കലാന്ന്.